Good afternoon, all. Good afternoon, Miss. Good afternoon, ma'am. Okay, നമ്മള് റെസ്പോൺസിബിലിറ്റീസ് പറഞ്ഞ ചാപ്റ്ററില് കുറച്ചധികം നമ്മള് ഓരോ പൊസിഷനുകളുടെ റെസ്പോൺസിബിലിറ്റീസ് പറഞ്ഞു. ഇനി നെക്സ്റ്റ് വൺ നമ്മള് ലാസ്റ്റ് സെക്ഷൻ ആണ് ബേസിക് സ്കിൽസ് റിക്വയർഡ് ഫോർ നോൺ ക്ലിനിക്കൽ ജോബ്സ് അല്ലെ. അപ്പൊ ഹോസ്പിറ്റലിനുള്ളിൽ തന്നെ നമുക്കറിയാം ഒരുപാട് സ്റ്റാഫുകൾ ഉണ്ട് അല്ലെ. എല്ലാവരും നേഴ്സസോ നേഴ്സ് മാത്രമല്ലല്ലോ, മറിച്ച് ഒത്തിരി ഡിഫറെന്റ് ആയിട്ടുള്ള സ്റ്റാഫുകളുണ്ട്. ക്ലിനിക്കൽ സ്റ്റാഫുകളുണ്ട്, അതോടൊപ്പം തന്നെ നോൺ ക്ലിനിക്കൽ ഉണ്ട്. ചികിത്സാപരമായിട്ടുള്ള സ്റ്റാഫുകളുണ്ട്, അല്ലാതെ നോൺ ക്ലിനിക്കൽ ആയിട്ടുള്ള സ്റ്റാഫുകൾ ഉണ്ട് അല്ലെ. ഏതൊക്കെയാണ് നോൺ ക്ലിനിക്കൽ സ്റ്റാഫ്? എക്സാമ്പിൾ നമുക്ക് ഏതൊക്കെ പറയാൻ പറ്റും? നോൺ ക്ലിനിക്കൽ സ്റ്റാഫ് ഏതൊക്കെയാണ് എക്സാമ്പിൾ പറയാൻ പറ്റുന്നത്? നോൺ ക്ലിനിക്കൽ സ്റ്റാഫിന് എക്സാമ്പിള് ഏതൊക്കെയാണ്? ഹോസ്പിറ്റലിൽ ആലോചിച്ച് നോക്കി ഏതൊക്കെ വരും? സെക്യൂരിറ്റി പറയാം, പിന്നെ ക്ലീനേഴ്സ് പറയാം, ദെൻ വേറെ എന്തൊക്കെയുണ്ട്? റിസപ്ഷനിൽ പറഞ്ഞൂടെ അല്ലെ, ക്ലറിക്കൽ സ്റ്റാഫുകള്, റിസപ്ഷനിൽ സ്റ്റാഫുകള്, അങ്ങനെ MRD മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റ് അല്ലെ. ഇവിടത്തേക്ക് എന്താണ്? നോൺ ക്ലിനിക്കൽ ജോബ്സ് ആണ് അത് അല്ലെ, സ്റ്റാഫുകളാണ്. അപ്പൊ നമുക്കിനി നോക്കാനുള്ളത് നോൺ ക്ലിനിക്കൽ ജോബ്സിന് അല്ലെങ്കിൽ അവർക്ക് വേണ്ടതായിട്ടുള്ള ബേസിക് സ്കിൽസ് ആണ് പറയാൻ പോകുന്നത്. ഓക്കെ, നോക്കാം. Non-clinical staff in hospitals need a range of skills to effectively do their roles. Some key skills for non-clinical staff in hospital consist of ഒരു non-clinical സ്റ്റാഫിന് ഹോസ്പിറ്റലില് കാര്യക്ഷമമായിട്ടും അവരുടെ റോള് കൈകാര്യം ചെയ്യണമെങ്കിൽ അടിസ്ഥാനമായിട്ടുള്ള കഴിവുകൾ ഉണ്ടായിരിക്കണം. ഇനി ഏതൊക്കെ കഴിവുകളാണെന്ന് പറയാൻ പോകുന്നത്? ടോട്ടലി നമ്മള് 10 സ്കിൽസ് ആണ് പറയുന്നത്. അവർക്ക് ഉണ്ടായിരിക്കേണ്ട 10 സ്കിൽസ് നോക്കാം. അതില് ഫസ്റ്റ് വൺ എന്ത് വീഡിയോ ക്ലിയർ ആണോ? ഓക്കെ, ഫസ്റ്റ് വൺ കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് അല്ലെ. നമുക്കറിയാം ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് വേണ്ടുന്ന ഒരു കാര്യമാണ് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് ഉണ്ടായിരിക്കുക എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ നോക്കാം, കമ്മ്യൂണിക്കേഷൻ സ്കിൽസ്. Strong communication skills are necessary for non-clinical staff to effectively interact with the patients. എന്നെ കാണുന്നില്ല? കാണുന്നുണ്ട് എല്ലാവരും? വീഡിയോ സ്റ്റക്ക് ആവുന്നുണ്ടോ? എല്ലാവർക്കും അങ്ങനെയാണോ? സ്റ്റക്ക് ആവുന്നുണ്ടോ? വോയിസ് ആണോ? വോയിസ് ബ്രേക്ക് ആവുന്നതാണോ? എന്താണ് പ്രോബ്ലം? കമന്റ് ചെയ്യാമോ? എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ? വോയിസ് കേൾക്കുന്നുണ്ട്, വീഡിയോ ആണോ പ്രശ്നം? ആണോ? ഇപ്പൊ ഓക്കെ ആണ്? ഓക്കെ, എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പറയാം കേട്ടോ. ഓക്കെ, അപ്പൊ ഫസ്റ്റ് വൺ നമ്മൾ പറയുന്നത് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് ആണ്. അപ്പൊ കമ്മ്യൂണിക്കേഷൻ സ്കിൽ എന്ന് പറയുമ്പോൾ ഒരു സ്ട്രോങ് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് ആവശ്യമാണ് അല്ലെ. നമുക്ക് എന്തിനൊക്കെ വേണ്ടി? Strong communication skills are necessary for non-clinical staff to effectively interact with the patients, visitors, and other staff members. Then they should be able to communicate clearly and empathetically, both verbally and written. Writing. അതായത് എന്താണ് പറയുന്നത്? ഒരു നല്ലൊരു കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ പേഷ്യൻസിനോടും വിസിറ്റേഴ്സിനോടും അതർ സ്റ്റാഫ് മെമ്പേഴ്സിനോടും നല്ല രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ഒരു കഴിവ് ഉണ്ടായിരിക്കണം. ഇപ്പൊ നമ്മൾ പറഞ്ഞു, ഒരു റിസപ്ഷനിസ്റ്റ് ആണെങ്കിൽ അവർക്ക് എങ്ങനെയായിരിക്കും കമ്മ്യൂണിക്കേഷൻ? നമ്മൾ അവരോട് സംസാരിക്കാറുണ്ട് അല്ലെ. പേഷ്യൻസ് എങ്ങനെയാണ് ബിഹേവ് ചെയ്യാറ്? നല്ല രീതിയിലായിരിക്കില്ലേ? ആണോ? ഒരു പോസിറ്റീവായിട്ടാണോ സംസാരിക്കുന്നത്? ആണോ? നിങ്ങളുടെ അഭിപ്രായമാണ് ഞാൻ ചോദിക്കുന്നത്. നിങ്ങളൊരു ഹോസ്പിറ്റലിൽ പോയി, ഇപ്പൊ നിങ്ങൾ അവിടെ റിസപ്ഷനിൽ സ്റ്റാഫിനെ കണ്ടു, അവർ നിങ്ങളോട് സംസാരിക്കുന്നത് എങ്ങനെയാണ്? നല്ല രീതിയിലല്ലേ? ഭയങ്കര പൊളൈറ്റ് ആയിട്ടും
ഈ എമ്പതിക്കലായിട്ടൊക്കെ ആയിരിക്കും സംസാരിക്കുന്നത് അല്ലെ. അത് അവരുടെ ഒരു കഴിവാണ്. അങ്ങനെയുള്ള ഒരു സ്കില്ല് ഉണ്ടായാൽ മാത്രമേ അവര് ചെയ്യുന്ന റോള് പെർഫെക്റ്റ് ആയി മാറുകയുള്ളൂ. ഓക്കെ, then they should able to communicate clearly. ക്ലിയർ ആയിട്ട് അവര് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരിക്കണം. എംപതറ്റിക്കലി, അതായത് ഇതുപോലെ ഒരു പൊളൈറ്റ് ആയിട്ട് ഒരു മര്യാദയോട് കൂടി വളരെ എന്താ വിനീതത്തോടു കൂടി പെരുമാറാൻ കഴിഞ്ഞിരിക്കണം. ബോത്ത് വെർബലി ആൻഡ് റൈറ്റിംഗ്, സംസാരിക്കുമ്പോഴും എഴുതുമ്പോഴും എല്ലാം എന്ത് വേണം, അത്രയും പെർഫെക്റ്റ് ആയിട്ട് ഒരു എംപതറ്റിക്കലായിട്ട് വേണം അവര് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുവാൻ. ഒരു ഫസ്റ്റ് സ്കിൽസിൽ പറയുന്നത് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ്. ഓക്കെ, ദെൻ രണ്ടാമത്തെ സ്കിൽ എന്ന് പറയുന്നത് കസ്റ്റമർ സർവീസ് സ്കില്ല് അല്ലെ. കസ്റ്റമറിനോടുള്ള ഒരു സേവനത്തിനുള്ള ഒരു കഴിവ്. നോൺ ക്ലിനിക്കൽ സ്റ്റാഫ് often act as the first point of contact for patient and visitors. നോൺ ക്ലിനിക്കൽ സ്റ്റാഫ് ആണ് നമ്മള് പേഷ്യന്റിനെയും അതുപോലെ തന്നെ വിസിറ്റേഴ്സിനെയും ആദ്യം കോണ്ടാക്ട് ചെയ്യുന്നത് അല്ലെ. നമ്മളൊരു ഹോസ്പിറ്റലിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ ഫസ്റ്റില് തന്നെ വേഗം പോയിട്ട് ഡോക്ടറുടെ റൂമിൽ പോയി ഡോക്ടറെ കാണുകയാണ് ചെയ്യുന്നത് അല്ലല്ലോ. ആണോ? നമ്മൾ ആദ്യം എന്ത് ചെയ്യും, റിസപ്ഷനിലേക്ക് പോയി അല്ലെ. റിസപ്ഷനിൽ പോകും, അല്ലെങ്കിൽ നിങ്ങൾ പറഞ്ഞ സെക്യൂരിറ്റിയോട് ചിലപ്പോൾ എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ചോദിക്കാം, അല്ലെങ്കിൽ റിസപ്ഷനിൽ പോയി അഡ്മിഷനും കാര്യങ്ങളൊക്കെ എടുത്തതിന് ശേഷം മാത്രമാണ് നമ്മൾ എന്ത് ചെയ്യുക, ഡോക്ടേഴ്സിന്റെ റൂമിലേക്ക് പോകുന്നത്. സോ ഒരു നോൺ ക്ലിനിക്കൽ സ്റ്റാഫ് ആണ് ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത്. പേഷ്യന്റിനെയും വിസിറ്റേഴ്സിനെയും കോണ്ടാക്ട് ചെയ്യുന്ന ആദ്യ പേഴ്സൺ എന്ന് പറയുന്നത് നോൺ ക്ലിനിക്കൽ സ്റ്റാഫുകളാണ്. ദേ ഷുഡ് മെയിൻറ്റെയിൻ എക്സലന്റ് കസ്റ്റമർ സർവീസ് സ്കിൽസ്. അതിനാൽ നല്ലൊരു കസ്റ്റമർ സർവീസ് സ്കിൽസ് അവര് മെയിൻറ്റെയിൻ ചെയ്തു വരണം. കസ്റ്റമർ എന്ന് പറഞ്ഞാൽ ആരാണ്? ഹോസ്പിറ്റലിലേക്ക് വരുന്ന കസ്റ്റമർ എന്ന് പറഞ്ഞാൽ പേഷ്യൻസ് ആണ് അല്ലെ. അപ്പൊ അവര് നല്ല രീതിയിൽ നമുക്ക് സർവീസ്, അവരോടൊരു സേവനം ചെയ്യാനുള്ള ഒരു കഴിവ് ഉണ്ടായിരിക്കണം. വിച്ച് ഇൻക്ലൂഡ്, എന്തൊക്കെയാണ് അതിൽ ഇൻക്ലൂഡ് ആവേണ്ട കാര്യങ്ങള്? എബിലിറ്റി ടു കാം ആൻഡ് കമ്പോസ്ഡ് ഇൻ ഡിഫിക്കൽട്ട് സിറ്റുവേഷൻ. എബിലിറ്റി ടു കാം എന്ന് വെച്ചാൽ എന്താണ്? ഒരു ഡിഫിക്കൽട്ട് സിറ്റുവേഷൻ ഉണ്ടാകുമ്പോൾ അതിനോട്, കമ്പോസ് മീൻസ് ആ ഒരു ഡിഫിക്കൽട്ട് സിറ്റുവേഷനോട് എന്ത് വേണം, വളരെ കാമായിട്ട് മീൻസ് ആ ഒരു ഇതിനെ പ്രതികരിക്കാൻ ഒരു കഴിവുണ്ടായിരിക്കണമെന്ന്. അതായത് ഇപ്പൊ പേഷ്യൻസിനോ വിസിറ്റേഴ്സിന്റെ ഭാഗത്തു നിന്നോ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ ആ പ്രശ്നത്തിനെ നമുക്ക് സോൾവ് ചെയ്യാനുള്ള ഒരു കഴിവ്, ഒരു എബിലിറ്റി ഉണ്ടായിരിക്കണം. കാമായിട്ട് വളരെ ശാന്തമായിട്ട് അതിനെ കൈകാര്യം ചെയ്യാൻ പറ്റിയിരിക്കണം. ഹാൻഡിൽ ഇൻക്വയറീസ് മീൻസ് സംശയങ്ങളും മറ്റൊക്കെ ഉണ്ടെങ്കിൽ അതിനെ ഹാൻഡിൽ ചെയ്യാൻ കഴിയണം. ആൻഡ് കംപ്ലൈൻസ്, പേഷ്യൻസിന്റെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അതിനെ നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ കഴിവുണ്ടായിരിക്കണം. ആൻഡ് പ്രൊവൈഡ് എ പോസിറ്റീവ് ആൻഡ് വെൽക്കമിങ് എൻവയോൺമെന്റ്, ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു നല്ലൊരു വെൽക്കമിങ് എൻവയോൺമെന്റ് പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുക. അതായത് പേഷ്യന്റിനോട് കുറച്ച് അവരുടെ ആവശ്യങ്ങളൊക്കെ മനസ്സിലാക്കി അവർക്ക് എന്തെങ്കിലും പ്രോബ്ലംസ് ഒക്കെ വരികയാണെങ്കിൽ അവരോടൊപ്പം നിൽക്കാതെ പേഷ്യന്റ് സെന്റേർഡ് ആയിട്ട് നിൽക്കുക. ഓക്കെ, ഇതാണ് കസ്റ്റമർ സർവീസ് സ്കിൽസിൽ പറയുന്നത്. ഓക്കെ, മൂന്നാമത്തെ സ്കില്ല് നോക്കാം, ഓർഗനൈസേഷണൽ സ്കിൽസ്. എന്താണ് ഓർഗനൈസേഷണൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഓർഗനൈസേഷണൽ, എന്താ ഓർഗനൈസേഷൻ മീനിങ്? മലയാളത്തിൽ എന്താ പറയുക? ഓർഗനൈസേഷൻ എന്താ പറയാ മലയാളത്തില്? ഒരു സംഘടന എന്ന് പറയുന്നത് അല്ലെ. ഒരു സംഘടന, ഒരു കഴിവ്, ഒരു സംഘടനയിൽ നമ്മൾ പ്രവർത്തിക്കണമെങ്കിൽ ഒരു സംഘടനാ ശേഷി ഉണ്ടായിരിക്കണം എന്ന് പറയും. അത് കേട്ടിട്ടുണ്ടോ? സംഘടനാ ശേഷി എന്ന് നമ്മള് കോമൺ ആയിട്ട് പറയുന്നതാണ് അല്ലെ. ഒരു സംഘടനാ ശേഷി ഉണ്ടായിരിക്കണം. നോക്കാം, ഹോസ്പിറ്റൽസ് ആർ ഫാസ്റ്റ് പേസ്ഡ് എൻവയോൺമെന്റ്. ഫാസ്റ്റ് പേസ്ഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു റണ്ണിങ് എൻവയോൺമെന്റ് ആണെന്ന്. എപ്പോഴും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു, വർക്കിംഗ് എൻവയോൺമെന്റ് ആണ്. വിത്ത് എ ലോട്ട് ഓഫ് ടാസ്ക് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് അല്ലെ. അതായത് അവിടെ ഒത്തിരി ടാസ്കുകൾ ഉണ്ട്, ഓരോരുത്തർക്കും സെപ്പറേറ്റഡ് ആയിട്ടുള്ള ഓരോ റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്. നോൺ ക്ലിനിക്കൽ സ്റ്റാഫ് ഷുഡ് ഹാവ് സ്ട്രോങ് ഓർഗനൈസേഷണൽ സ്കിൽസ്. അതിനാൽ നോൺ ക്ലിനിക്കൽ സ്റ്റാഫിന് ഒരു സംഘടന കഴിവുണ്ടായിരിക്കണം. ടു മാനേജ് their workload, prioritize tasks and meet deadlines. അതായത് വർക്ക് ലോഡ് മാനേജ് ചെയ്യാനും അതുപോലൊപ്പം അവരുടെ ടാസ്കുകൾ പ്രയോറിറ്റൈസ് ചെയ്യാനും. അതായത് ഓരോ ടാസ്കുകൾ ഉണ്ടാവുമല്ലോ, അപ്പൊ ഏത് ടാസ്ക് ആണ് ആദ്യം ചെയ്യേണ്ടത്, അങ്ങനെ ഓരോ ടാസ്കിനും പ്രയോറിറ്റൈസ് കൊടുക്കാനും ഡെഡ് ലൈൻസിന് മീറ്റ് ചെയ്യാനും. ഡെഡ് ലൈൻസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്? ഡെഡ് ലൈൻ ഹോസ്പിറ്റലിലെ വർക്കിംഗ് ടൈം എവിടെയെങ്കിലും പഠിച്ചതായിട്ട് ഓർക്കുന്നുണ്ടോ? ഡെഡ് ലൈൻ
മോണിറ്ററിംഗിൽ പഠിച്ചത് ഓർമ്മയുണ്ടോ? ഡെഡ് ടൈം എന്ന് പറഞ്ഞിവിടെ ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? മോണിറ്ററിംഗ് ആൻഡ് ഇംപ്രൂവ്മെന്റില് ഡെഡ് ടൈമിനെ കുറിച്ച് പറയുന്നത് ഓർമ്മയുണ്ടോ? പോയിന്റില് അതായത് വർക്കിംഗ് ഇല്ലാത്ത ടൈമില് പേഷ്യൻസ് കുറവുള്ള ടൈം ആണ് ഈ ഡെഡ് ലൈൻ ഉദ്ദേശിക്കുന്നത്. ഡെഡ് ടൈം എന്ന് ഉദ്ദേശിക്കുന്നതാണ് നമുക്ക് കുറവുള്ളത്. ഓക്കെ, കുറച്ചൊരു ഓർക്കുന്നുണ്ട്. അപ്പൊ ഇവിടെ പറയുന്നത് മീറ്റ് ഡെഡ് ലൈൻസ്, അതായത് നമ്മള് ഒരു പ്രവൃത്തി അവസാന നിമിഷത്തേക്ക് വെച്ചേക്കാതെ തന്നെ നേരത്തെ ഓൾറെഡി മുൻകൂട്ടി ചെയ്യാനായിട്ട്. ഓക്കെ, അപ്പൊ അതിനെല്ലാം ഒരു സംഘടന കഴിവുണ്ടായിരിക്കണമെന്ന് നിങ്ങൾ എക്സാമിന് തലേ ദിവസം പഠിക്കാൻ വിചാരിച്ച് വെക്കില്ലേ? ഡെഡ് ലൈനിൽ അങ്ങനെയാണല്ലോ നമ്മള്, ആണോ? അങ്ങനെയാണ് എല്ലാവരും വെച്ചിരിക്കുന്നത്. ഇപ്പൊ എക്സാമിന് വേണ്ടി കുറച്ച് ചാപ്റ്ററുകൾ നമ്മൾ നീക്കി വെച്ചിട്ടുണ്ടല്ലോ അല്ലെ? കുറച്ച് പേരെങ്കിലും മാറ്റി വെച്ചിട്ടുണ്ടാവല്ലോ, സത്യം അല്ലെ? എനിക്ക് പേഴ്സണലായിട്ട് മൈൻഡിൽ ഞാനൊക്കെ പറയാറില്ലേ? ഓക്കെ, കുറച്ച് സമയത്തേക്ക് നമ്മള് ലാസ്റ്റ് ടൈമിലേക്ക് വേണ്ടി മാറ്റി വെക്കുമല്ലോ, അതിനെയാണ് ഡെഡ് ലൈൻ ഉദ്ദേശിക്കുന്നത്. അപ്പൊ അങ്ങനെ മാറ്റി വെക്കാതെ മീറ്റ് ഡെഡ് ലൈൻസ്, എല്ലാ കാര്യങ്ങളും പ്രയോറിറ്റൈസ് ചെയ്ത് ഓരോ ടാസ്കുകൾ ചെയ്യാനും വർക്ക് ലോഡ് മാനേജ് ചെയ്യാനൊക്കെ ഈ ഒരു സംഘടന കഴിവുണ്ടായിരിക്കണം. ഓക്കെ, അതാണ് ഓർഗനൈസേഷണൽ സ്കിൽസിൽ പറയുന്നത്. ഫസ്റ്റത്തെ 3 സ്കിൽസ് ഒന്ന് വായിച്ചു നോക്കാം കേട്ടോ. കമ്മ്യൂണിക്കേഷൻ സ്കില്ല്, കസ്റ്റമർ സർവീസ്, ദെൻ ഓർഗനൈസേഷണൽ സ്കിൽസ്. 3 വായിക്കാം, സിമ്പിൾ ആണ്. നിങ്ങൾ ആ 10 പോയിന്റുകൾ ബൈഹാർട്ട് ചെയ്ത് പഠിക്കുക കേട്ടോ. ദെൻ ഉള്ളിലുള്ള കാര്യങ്ങൾ വായിച്ച് മനസ്സിലാക്കാം. ഓക്കെ, കംപ്ലീറ്റ് ചെയ്തില്ലേ ഫസ്റ്റ് 3 പോയിന്റ്? ഇനി നെക്സ്റ്റ് സ്കില്ല് നോക്കാം കേട്ടോ. ടെക്നോളജി സ്കിൽസ്. ഓക്കെ, നമുക്കറിയാം ഒരു ഹോസ്പിറ്റലിലായിട്ടുണ്ടെങ്കിലും ഏതൊരു പ്രൊഫഷൻ ആണെങ്കിലും അത്യാവശ്യം ടെക്നോളജി അറിഞ്ഞിരിക്കണം അല്ലെ? ഇപ്പൊ ഏതൊരു സെക്ഷൻ ആണെങ്കിലും കമ്പ്യൂട്ടറൈസ്ഡ് ആണ്. ബേസിക് കമ്പ്യൂട്ടർ നോളജ് എല്ലാ മേഖലകൾക്കും അനിവാര്യമാണ്. പ്രൊഫഷൻസി ഇൻ യൂസിംഗ് different computer applications, electronic health record system, and other healthcare technology is vital for non-clinical staff. അല്ലെ? non-clinical സ്റ്റാഫിന് ഇപ്പൊ റിസപ്ഷൻ ആണെങ്കിലും അവിടെ ഒരു കമ്പ്യൂട്ടറിന്റെ ആവശ്യമുണ്ട് അല്ലെ? കമ്പ്യൂട്ടറിൽ എല്ലാവരും അവരുടെ എല്ലാ പ്രവർത്തനങ്ങളും ചെയ്യുന്നത്. സോ കമ്പ്യൂട്ടർ ഡിഫറെന്റ് ആയിട്ടുള്ള കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻസ് അറിഞ്ഞിരിക്കണം. അതുപോലെ തന്നെ പേഷ്യൻസിന്റെ ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡ് സിസ്റ്റം ആണ് നമ്മൾ ഫോളോ ചെയ്ത് വരുന്നത്. സോ അതിന്റെ കാര്യങ്ങൾ അറിഞ്ഞിരിക്കുക. പുതിയ ഹെൽത്ത് കെയർ ടെക്നോളജീസ് ഇതെല്ലാം അറിഞ്ഞിരിക്കണം ഒരു നോൺ ക്ലിനിക്കൽ സ്റ്റാഫുകൾക്ക്. They should be comfortable with the technology and willing to learn new system as required. അപ്പോ ഇങ്ങനെയുള്ള സ്റ്റാഫുകള്, നോൺ ക്ലിനിക്കൽ സ്റ്റാഫുകള് കംഫോർട്ടബിൾ ആയിരിക്കണമെന്ന്, അതായത് അവർക്ക് അത്യാവശ്യം ബേസിക് നോളജ് ഉണ്ടായിരിക്കണം. Then willing to learn, ഇനി പുതിയ ടെക്നോളജികൾ വരുമ്പോൾ അതിനെക്കുറിച്ച് പഠിക്കാനും വില്ലിങ് ആയിരിക്കണം അല്ലെ? പുതിയ ടെക്നോളജികൾ വരില്ലേ? സോ അതിനെ കുറിച്ചൊക്കെ അറിയാനായിട്ടും വില്ലിങ് ആയിരിക്കണമെന്ന്. ഓക്കെ, അപ്പോ നിങ്ങളിപ്പോ ഒരു എന്തായാലും നമ്മൾ ജോലിക്ക് വേണ്ടിയിട്ടാണല്ലോ പഠിക്കുന്നത്. അപ്പോ നമ്മള് ഈ ഒരു കോഴ്സ് കഴിഞ്ഞിട്ട് നിങ്ങൾ ഫ്യൂച്ചറില് ഇന്റർവ്യൂസും മറ്റൊക്കെ അറ്റൻഡ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോഴും അവിടെയും നമുക്കൊരു ബേസിക് നോളജ് ഉണ്ടായിരിക്കണം കമ്പ്യൂട്ടർ. ഓക്കെ, നിങ്ങൾക്ക് ഓൾമോസ്റ്റ് എല്ലാവർക്കും ഇപ്പോ ബേസിക് നോളജ് എല്ലാവർക്കും ഉണ്ടാവുമല്ലോ. എങ്കിലും ചിലപ്പോ കുറച്ച് ഗ്യാപ്പൊക്കെ ഉള്ളവരൊക്കെ ഉണ്ടെങ്കിൽ ഇപ്പൊ കമ്പ്യൂട്ടറിനെ കുറിച്ച് വലിയ അറിവൊന്നും ഇല്ലെങ്കിൽ നിങ്ങൾ അതൊന്ന് പഠിക്കാൻ ശ്രമിക്കുക കേട്ടോ. തനിയോ അല്ലെങ്കിൽ ഇപ്പൊ വീട്ടിലെ സിസ്റ്റം ഒക്കെ ഉണ്ടെങ്കിൽ അത്യാവശ്യം മെയിൽ ചെയ്യാണ്ട് മറ്റും ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങൾ അറിഞ്ഞിരിക്കണം. കാരണം ഏതൊരു ഫീൽഡിലും ഇപ്പൊ ബേസിക്, ഇപ്പൊ നമ്മള് ഒരു ഡിഗ്രിയാണ് ബേസിക് എന്നൊക്കെ പറയുന്നത് പോലെ തന്നെ അത്യാവശ്യം
കമ്പ്യൂട്ടർ, ബേസിക് കമ്പ്യൂട്ടർ ഇപ്പൊ എല്ലാ മേഖലയിലും ചോദിക്കുന്നുണ്ട് ഇല്ലേ? ഇങ്ങനെയല്ലേ? ഇപ്പൊ നമ്മൾ ഏത് ജോലിയിലും ഇന്റർവ്യൂവിന് പോകണമെങ്കിൽ എന്താണ്, കമ്പ്യൂട്ടർ അറിയോ, കൈകാര്യം ചെയ്യാൻ അറിയാമോ, ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ അറിയുമെന്നല്ലേ നമ്മൾ ചോദിക്കുക. ആണോ? ആണോ? ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ നിങ്ങള്? ഓക്കെ. അപ്പോ അങ്ങനെ കമ്പ്യൂട്ടറിനെ കുറിച്ച് വലിയ ധാരണകളൊന്നും ഇല്ലാത്തവര് ചിലപ്പോ ഉണ്ടാകും, ചിലപ്പോ വർഷങ്ങളുടെ ഗ്യാപ്പുകളൊക്കെ വരുമ്പോ നമുക്ക് കുറച്ച് മീൻസ് മാർക്ക് പോയിട്ടുണ്ടാകും അല്ലെ? അപ്പൊ എന്ത് ചെയ്യാം, കോഴ്സൊക്കെ എക്സാം ഒക്കെ എഴുതി കഴിഞ്ഞിട്ട് നമ്മള് നിങ്ങൾ ജോലിക്ക് വേണ്ടിയൊക്കെ ശ്രമിക്കുമല്ലോ. അപ്പൊ കമ്പ്യൂട്ടറൊക്കെ അത്യാവശ്യമൊക്കെ പഠിച്ചു വെക്കുക. അറിയില്ലാത്തവരാണെങ്കിൽ അത്യാവശ്യം കാര്യങ്ങളൊക്കെ പഠിച്ചു വെക്കണം. കാരണം ഹോസ്പിറ്റലിലാണെങ്കിലും കമ്പ്യൂട്ടറൈസ്ഡ് ആണ് അല്ലെ? ഇങ്ങനെയുള്ള സ്കിൽസുകളും കാര്യങ്ങളും നമുക്ക് ഉണ്ടായിരിക്കണം. Then next one നോക്കാം, problem solving skill. Non-clinical staff may face various challenges and problems while executing their duties. അതായത് ഈ നോൺ ക്ലിനിക്കൽ സ്റ്റാഫ് അവരുടെ ഡ്യൂട്ടീസ് ചെയ്യുമ്പോൾ അതിൽ ഒരുപാട് ചലഞ്ചസ്, വെല്ലുവിളികൾ നേരിടേണ്ടതായിട്ട് വരുന്നു. Then the ability to think critically, evaluate situation and find adequate solution is valuable, ensuring smooth operations and addressing issues promptly. അതായത് അവരവരുടെ ഡ്യൂട്ടിയിൽ, നോൺ ക്ലിനിക്കൽ സ്റ്റാഫുകള് അവരുടെ ഡ്യൂട്ടിയിൽ ആയിരിക്കുമ്പോൾ ഒരു പല വിധത്തിലുള്ള വേരിയസ് ആയിട്ടുള്ള വെല്ലുവിളികൾ നേരിടേണ്ടതായി വരുന്നു അല്ലെ? അതിനാൽ ഇങ്ങനെ നേരിടേണ്ടി വരുമ്പോൾ ആ ക്രിട്ടിക്കൽ ആയിട്ട് ചിന്തിക്കാനായിട്ട് ഒരു കഴിവുണ്ടായിരിക്കണം. അതായത് നമുക്ക് എങ്ങനെയത് മാനേജ് ചെയ്യാം അല്ലെ? ഇതൊരു പ്രശ്നം വന്നിരിക്കുകയാണ്, അപ്പോ എങ്ങനെയാണ് അത് ഞാൻ മാനേജ് ചെയ്യുന്നത്, അതിനെ കുറിച്ചൊക്കെ ഒരു ക്രിട്ടിക്കൽ ആയിട്ട് ചിന്തിക്കുക. അതുപോലെ ഇവാലുവേറ്റ് സിറ്റുവേഷൻ, അങ്ങനെ ഒരു സിറ്റുവേഷൻ വരുമ്പോ അതിനൊന്ന് ഇവാലുവേറ്റ് ചെയ്തിട്ട് അഡക്വേറ്റ് സൊല്യൂഷൻസ് കൊടുക്കുക അല്ലെ? അതിനാവശ്യമായിട്ടുള്ള ഒരു പ്രശ്നം ഉണ്ടായി, അപ്പൊ ആ പ്രശ്നത്തിന് നമുക്ക് സോൾവ് ചെയ്യാനായിട്ടുള്ള അതിനുള്ള പ്രോബ്ലംസിനുള്ള മറുപടി അല്ലെങ്കിൽ അതിനൊരു സൊല്യൂഷൻസ് കൊടുക്കുക. അതോടൊപ്പം തന്നെ എൻഷുറിംഗ് സ്മൂത്ത് ഓപ്പറേഷൻസ് ആൻഡ് അഡ്രസ്സിംഗ് ഇഷ്യൂസ്. അതായത് അവൻ ചെയ്യുന്ന മേഖല, ഏത് മേഖലയിലാണ് വർക്ക് ചെയ്യുന്നത്, അവിടുത്തെ പ്രവർത്തനങ്ങൾ സ്മൂത്ത് ആയിട്ട് കൊണ്ടുപോകുവാനും അതോടൊപ്പം ഇഷ്യൂസ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് മനസ്സിലാക്കാനും അഡ്രസ് ചെയ്യാനും കഴിഞ്ഞിരിക്കണം. ഓക്കെ, ഇത്രയുമാണ് പ്രോബ്ലം സോൾവിംഗിൽ പറയുന്നത്. നെക്സ്റ്റ് അടുത്തൊരു പോയിന്റ് കൂടി വായിച്ചിട്ട് ഒന്ന് വായിക്കാം കേട്ടോ. കോൺഫിഡൻഷ്യാലിറ്റി ആൻഡ് എത്തിക്സ്, രഹസ്യ സ്വഭാവം അല്ലെ? നമ്മൾ പറയാറുണ്ട് പലപ്പോഴും പല ചാപ്റ്ററിലായിട്ട് പറഞ്ഞു, പേഷ്യൻസിന്റെ ഡീറ്റെയിൽസ് എപ്പോഴും എന്താണ്, രഹസ്യമായിട്ടിരിക്കണം. റെക്കോർഡ്സുകള് ഓതറൈസ്ഡ് പേഴ്സൺ മാത്രമേ അത് റിലീസ് ചെയ്യാൻ പാടുള്ളൂ. നോൺ ക്ലിനിക്കൽ സ്റ്റാഫ് often have entry to sensitive patient information. പേഷ്യൻസിന്റെ ഇൻഫോർമേഷൻസ് എന്ത് ചെയ്യുന്നു, സെൻസിറ്റീവ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മീൻസ് എൻട്രി ചെയ്യാൻ വിശേഷാത്മകമായിട്ട് എൻട്രി ചെയ്യുന്നു പേഷ്യൻസിന്റെ ഡീറ്റെയിൽസുകൾ അല്ലെ? It is necessary for them to understand and stick to confidentiality and ethical standard. പേഷ്യൻസിന്റെ വിവരങ്ങൾ നമ്മൾ എൻട്രി ചെയ്യുമ്പോൾ അത് രഹസ്യാത്മകമായിരിക്കണം. അതോടൊപ്പം എത്തിക്കൽ സ്റ്റാൻഡേർഡ് അല്ലെ, ഒരു ധാർമ്മികമായിട്ടുള്ളൊരു സ്റ്റാൻഡേർഡിൽ ആയിരിക്കണം. അതായത് മറ്റുള്ളവർക്ക് നമ്മൾ അത് റിലീസ് ചെയ്ത് കൊടുക്കാൻ പാടില്ല. അവരുടെ ചികിത്സാപരമായിട്ടുള്ള ആവശ്യത്തിന് ഓതറൈസ്ഡ് ആയിട്ടുള്ള പേഴ്സൺസിന് മാത്രമേ അത് റിലീസ് ചെയ്യാൻ പാടുള്ളൂ. കീപ്പിംഗ് പേഷ്യന്റ് പ്രൈവസി ആൻഡ് പ്രൊട്ടക്ടിങ് കോൺഫിഡൻഷ്യൽ ഡാറ്റ. പേഷ്യൻസിന്റെ ഡാറ്റ രഹസ്യമായിട്ട് സൂക്ഷിക്കുക, പേഷ്യൻസിന്റെ പ്രൈവസി കീപ്പ് ചെയ്യുക. ഓക്കെ, ഇത്രയുമാണ് രഹസ്യം കോൺഫിഡൻഷ്യാലിറ്റി ആൻഡ് എത്തിക്സിൽ പറയുന്നത്. പേഷ്യൻസിന്റെ റെക്കോർഡ്സുകളും പേഷ്യൻസിന്റെ ഇൻഫോർമേഷൻസുകളും എപ്പോഴും രഹസ്യ സ്വഭാവത്തോടെ ആയിരിക്കണം. ഓക്കെ, വായിച്ചു നോക്കുക 3 പോയിന്റ് കേട്ടോ. സെൻസിറ്റീവ് എന്ന് ഇവിടെ ഉദ്ദേശിക്കുന്നത് ആ പേഴ്സണൽ ആയിട്ടുള്ള ഇൻഫോർമേഷൻസുകളാണല്ലോ, വിശേഷണാത്മകം എന്നൊക്കെയാണ് മലയാളത്തിൽ പറയാം. അതായത് പേഷ്യൻസിന്റെ മീൻസ് അവരുടെ ഇൻഫോർമേഷൻസ്. ഓക്കെ, ടെക്നോളജി സ്കിൽസും പ്രോബ്ലം സോൾവിങ്ങും കോൺഫിഡൻഷ്യാലിറ്റി. ഓക്കെ, ഇത് 3 വായിച്ചു നോക്കാം. എന്നിട്ട് നമുക്ക് അടുത്ത 3 പോയിന്റ് നോക്കാം.
ഓക്കെ, ഇനി നെക്സ്റ്റ് അടുത്ത പോയിന്റ് നോക്കാം. ടീം വർക്ക് ആൻഡ് കൊളാബറേഷൻ. ടീം വർക്ക് എന്ന് പറഞ്ഞാൽ അറിയാലോ എന്താണ്? ഒരുമിച്ച് പ്രവർത്തിക്കുക, കൊളാബറേഷൻ സഹകരണം അല്ലെ, കോപ്പറേറ്റീവ്. Hospitals are interdisciplinary settings that need collaboration among various departments and staff members. Interdisciplinary എന്ന് പറഞ്ഞാൽ എന്താണ്? ഒന്നിലധികം ഡിപ്പാർട്ട്മെന്റുകൾ ഉണ്ട് അല്ലെ, അതിനാണ് ഇന്റർഡിസിപ്ലിനറി എന്ന് പറയുന്നത്. ദെൻ അപ്പോ കൊളാബറേഷൻ എമംഗ് വേരിയസ് ഡിപ്പാർട്ട്മെന്റ്, ഹോസ്പിറ്റലിനുള്ളിൽ പല പല ഡിപ്പാർട്ട്മെന്റുകൾ ഉണ്ട് അല്ലെ, ഈ എല്ലാ ഡിപ്പാർട്ട്മെന്റുകളുമായിട്ടും അതോടൊപ്പം എല്ലാ സ്റ്റാഫ് മെമ്പേഴ്സുമായിട്ടും ഒരുമിച്ച് ടീം വർക്ക് ചെയ്യാനായിട്ട് കഴിഞ്ഞിരിക്കണം. അതിനുള്ള ഒരു കഴിവുണ്ടായിരിക്കണമെന്ന്, ഒത്തൊരുമിച്ചിട്ട് പ്രവർത്തിക്കുവാൻ. Non-clinical staff should be able to work in an effective manner as a part of team. ഒരു ടീമിൽ നിന്നുകൊണ്ട് ഇഫക്റ്റീവായിട്ട് വർക്ക് ചെയ്യാനായിട്ട് കഴിഞ്ഞിരിക്കണം. കമ്മ്യൂണിക്കേറ്റ് ആൻഡ് കോർഡിനേറ്റ് വിത്ത് കൊളീഗ്സ് അല്ലെ, അതായത് മെമ്പേഴ്സുമായിട്ട് നല്ലൊരു കമ്മ്യൂണിക്കേഷനും കോർഡിനേറ്റ് ചെയ്ത് പ്രവർത്തിച്ചിരിക്കണം. ആൻഡ് ഡൊണേറ്റ് എ പോസിറ്റീവ് വർക്ക് എൻവയോൺമെന്റ്, നല്ലൊരു പോസിറ്റീവ് വർക്ക് എൻവയോൺമെന്റ് പ്രൊവൈഡ് ചെയ്യുകയാണ്. നല്ല രീതിയിൽ ടീം മെമ്പേഴ്സിനോടൊപ്പം വർക്ക് ചെയ്തിട്ട് പോസിറ്റീവ് ആയിട്ടുള്ള ഒരു എൻവയോൺമെന്റ് ആയിരിക്കണം. ദെൻ നെക്സ്റ്റ് വൺ, അഡാപ്റ്റബിലിറ്റി. എന്താ അഡാപ്റ്റബിലിറ്റി എന്ന് പറഞ്ഞാല് മലയാളത്തിൽ എന്താ പറയാ? അഡാപ്റ്റബിലിറ്റി മീനിങ്, അഡാപ്റ്റബിലിറ്റി അറിയില്ല. പൊരുത്തപ്പെടുക എന്ന് പറയും അല്ലെ. ഇപ്പൊ നമ്മളൊരു സിറ്റുവേഷനോട് നമുക്ക് ചിലപ്പോൾ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തതായിരിക്കാം, പക്ഷെ നമ്മൾ ഓട്ടോമാറ്റിക്കലി അതിനോട് ആ സാഹചര്യത്തോട് പൊരുത്തപ്പെടുക എന്നൊക്കെ പറയും. നോക്കാം. The healthcare industry is continually evolving. Evolving എന്ന് വെച്ചാൽ എന്താണ്? ഡെവലപ്പിംഗ് ആണെന്ന്, കണ്ടിന്യൂസ് ആയിട്ട് ഡെവലപ്പ് ആയിക്കൊണ്ടിരിക്കുന്നു. And non-clinical staff should be adjustable to change in procedure, policies and technology. ഓരോ ദിവസം ചെയ്യുന്തോറും എന്താണ്? പുതിയ പുതിയ ട്രീറ്റ്മെന്റ് ടെക്നോളജി വരുന്നു, അല്ലെങ്കിൽ ടെക്നോളജിക്കൽ ആയിട്ടുള്ള പുതിയ ഇപ്പൊ ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡ്, അതുപോലെ ഓരോരോ മാറ്റങ്ങൾ ഡെയിലി സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രൊസീജിയേഴ്സ്, പുതിയ പുതിയ നടപടിക്രമങ്ങൾ വരുന്നു, പുതിയ പോളിസീസുകൾ വരുന്നു, ടെക്നോളജി ഡെവലപ്പ് ആകുന്നു. സോ ഇതിനെല്ലാം അവിടെയുള്ള നോൺ ക്ലിനിക്കൽ സ്റ്റാഫും അതോടൊപ്പം അഡ്ജസ്റ്റബിൾ ആണെന്ന്, പൊരുത്തപ്പെട്ടു പോകണം. ഓക്കെ, പുതിയ ടെക്നോളജി നമ്മൾ അത് പഠിക്കേണ്ടതായിട്ട് വരുന്നു അല്ലെ, അതിനോട് നമ്മൾ അഡ്ജസ്റ്റബിൾ ആയിരിക്കുക. They should be open to learning new skills അല്ലെ, അപ്പൊ നമുക്ക് പുതിയൊരു കഴിവുകളാണ് അവിടെ ഓപ്പൺ ചെയ്യുന്നത്. ആൻഡ് approaches to remain updated in their roles. അവരുടെ റോൾസ് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന്. പുതിയ പുതിയ ടെക്നോളജി പഠിക്കുന്നു, പുതിയ പുതിയ അറിവുകൾ അവന് ലഭിക്കുന്നതിലൂടെ അവരുടെ റോൾസ് കുറച്ചും കൂടി അപ്ഡേറ്റഡ് ആയിക്കൊണ്ടിരിക്കുന്നു. ഓക്കെ, അഡാപ്റ്റബിലിറ്റി അതായത് പൊരുത്തപ്പെടുക, പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങളും പുതിയ സിറ്റുവേഷൻസ് ഒക്കെ ഉണ്ടാകുമ്പോൾ അതിനോട് അവൻ പൊരുത്തപ്പെടുക. ഓക്കെ, അഡാപ്റ്റബിലിറ്റി വായിച്ചു നോക്കാം കേട്ടോ. 2 പോയിന്റ് വായിക്കാം, ടീം വർക്കും ദെൻ അഡാപ്റ്റബിലിറ്റി. ഓക്കെ, ക്ലിയർ ആണല്ലോ. ഇനി നെക്സ്റ്റ് അടുത്ത 2 സ്കിൽസും കൂടി ഉണ്ട്. എംപതി ആൻഡ് കമ്പാഷൻ. എംപതി എന്ന് പറഞ്ഞാൽ എന്താ? സഹാനുഭൂതി അല്ലെ. കമ്പാഷൻ മീൻസ് എന്താണ്? ഒരു അനുകമ്പ, ദയ എന്നൊക്കെ പറയാം. Although non-clinical staff may not give
ഡയറക്റ്റ് മെഡിക്കൽ കെയർ അല്ലെ, അതായത് നോൺ ക്ലിനിക്കൽ സ്റ്റാഫുകൾ നമുക്ക് മെഡിക്കൽ കെയർ ഡയറക്റ്റ് ആയിട്ട് നൽകുന്നില്ല. They often interact with the patients who may be in difficulty or facing challenging situation. പക്ഷെ ഒരു പേഷ്യൻസിനോടുള്ള ഒരു ഇന്ററാക്ടിങ്ങും അതോടൊപ്പം പേഷ്യൻസ് ഏതെങ്കിലും ഡിഫിക്കൽട്ടി ആയിട്ടുള്ള ചലഞ്ചിങ് മീൻസ് ഏതെങ്കിലും ഒരു സിറ്റുവേഷൻസിൽ നേരിടുകയാണെങ്കിൽ അതിന് നമുക്ക് ഹെൽപ്പ് ചെയ്യുന്നത് നോൺ ക്ലിനിക്കൽ സ്റ്റാഫുകളായിരിക്കും. Then demonstrating empathy, sympathy and sensitivity towards patients' requirements, emotions is necessary for providing a supportive environment. So patients difficulty ആയിട്ടുള്ള സിറ്റുവേഷൻസ് വരുമ്പോൾ അതിനെ നേരിടാനായിട്ട് നോൺ ക്ലിനിക്കൽ സ്റ്റാഫ് സഹായിക്കുന്നു. അതോടൊപ്പം തന്നെ ഡിമോൺസ്ട്രേറ്റിംഗ് മീൻസ് ഒരു എംപതി അവരോട് പേഷ്യൻസിനോട് എംപതിയും സിമ്പതി അല്ലെ, അതായത് സഹാനുഭൂതിയും അല്ലെങ്കിൽ സഹതാപം അതുപോലെ സെൻസിറ്റിവിറ്റി എന്ന് വെച്ചാൽ എന്താ സെൻസിറ്റിവിറ്റി മലയാളത്തിൽ പറയുകയാണെങ്കിൽ സംവേദനാത്മക എന്നൊക്കെ പറയും, അതായത് ഒരു ഫീലിങ്സ് ഉള്ള കാര്യങ്ങളൊക്കെ ഇല്ലേ പേഷ്യൻസിനോട് ഒരു മീൻസ് എന്താ പറയാ ദയ സ്നേഹം കരുണ എന്നൊക്കെ ഉള്ള ഒരു മീനിങ്. ഓക്കെ, then patients' requirements and emotion is necessary for providing supporting environment. പേഷ്യൻസിന്റെ ആവശ്യങ്ങൾ ചോദിച്ചറിഞ്ഞും അവരുടെ ഇമോഷൻസ് ഒക്കെ മനസ്സിലാക്കിയും നല്ലൊരു എൻവയോൺമെന്റ് കൊടുക്കുന്നു, നല്ലൊരു സപ്പോർട്ടീവ് ആയിട്ട് ഒരു അസിസ്റ്റ് ചെയ്ത് നിൽക്കുന്നത്. ഓക്കെ, ഇതാണ് എംപതി ആൻഡ് കമ്പാഷൻസിൽ പറയുന്നത്. ഇനി ലാസ്റ്റ് വൺ കൾച്ചറൽ കോമ്പിറ്റൻസ്. എന്താ കൾച്ചറൽ കോമ്പിറ്റൻസി എന്ന് പറഞ്ഞാൽ സാംസ്കാരികമായിട്ടുള്ള കഴിവ്. നോക്കാം, hospitals serve diverse patient population with different cultural backgrounds. അല്ലെ, നമുക്കറിയാം ഹോസ്പിറ്റലിലേക്ക് കടന്നു വരുന്നത് ഡിഫറെന്റ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്നുള്ള പേഷ്യൻസുകളാണ്. എല്ലാവരും ഒരേ ബാക്ക്ഗ്രൗണ്ട് ആണോ? അല്ല, ഓരോരുത്തരുടെയും സംസ്കാരം വേറൊന്നാണ്. നോൺ ക്ലിനിക്കൽ സ്റ്റാഫ് ഷുഡ് possess cultural competence, understanding and respecting various cultural practices. അപ്പൊ പല തരത്തിലുള്ള പല ഡിഫറെന്റ് കൾച്ചറിലുള്ള വ്യക്തികൾ ഹോസ്പിറ്റലിലേക്ക് കടന്നു വരുന്നുണ്ട്. സോ നമ്മള് ഹോസ്പിറ്റലിൽ നോൺ ക്ലിനിക്കൽ സ്റ്റാഫ് എന്ത് ചെയ്യുന്നു, അതിനെ റെസ്പെക്ട് ചെയ്യുന്നു, അതായത് മനസ്സിലാക്കുന്നു. ഓരോരുത്തരുടെയും ഡിഫറെന്റ് കൾച്ചർ മനസ്സിലാക്കിക്കൊണ്ടാണ് അതനുസരിച്ചിട്ടാണ് പെരുമാറുന്നത്. അവരുടെ ബിലീഫ്സ്, സത്യങ്ങളെയും വാല്യൂസ്, മൂല്യങ്ങളെയും എന്ത് ചെയ്യുന്നു, ഒരേപോലെ കണക്കാക്കുന്നു. അല്ലാണ്ട് ഒരാൾക്ക് മുൻഗണന കൊടുക്കുക അങ്ങനെ ഒന്നുമില്ല, എല്ലാവരെയും ഈക്വൽ ആയിട്ട് കാണുന്നു. അവരുടെ ഓരോരുത്തരുടെ സംസ്കാരത്തിന് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു. To give inclusive and patient-centered care. Inclusive എന്ന് വെച്ചാൽ എന്താണ്, എല്ലാവരെയും ഈക്വൽ ആയിട്ട് കാണാറുണ്ട്, ഒരുപോലെ, അല്ലാണ്ട് ഓരോ തട്ടായിട്ടൊന്നും ആളുകളെ തിരിക്കാതെ ഒരുപോലെ. ഇൻക്ലൂസീവ് എന്ന് പറഞ്ഞാൽ എല്ലാവരെയും ഒരേപോലെ കണക്കാക്കുന്നു. പേഷ്യന്റ് സെന്റേർഡ് കെയർ, പേഷ്യൻസിന് പ്രാധാന്യം കൊടുക്കുന്നു. ഓക്കെ, ഇത്രയുമാണ് നമ്മളുടെ സ്കിൽസ് എന്ന് പറയുന്നത്. ഓക്കെ, 10 സ്കിൽസ് ആണ് നമ്മൾ പറഞ്ഞത്. Then just conclude ചെയ്തേക്കാണ്. These are just some of the skills that non-clinical staff in hospital should possess to contribute the efficient functioning of the healthcare facility and provide excellent support to patient and clinical staff. അതായത് കാര്യക്ഷമമായിട്ട് ഹോസ്പിറ്റലിന്റെ എന്താണ് ഹോസ്പിറ്റലിന്റെ ഫെസിലിറ്റിക്കും മറ്റും നല്ലൊരു രീതിയിൽ കാര്യക്ഷമമായിട്ടുള്ള ഒരു പ്രവർത്തനത്തിന് സംഭാവന നൽകുന്നതാണ് നോൺ ക്ലിനിക്കൽ സ്റ്റാഫ് എന്ന് പറയുന്നത്. അവർക്ക് മെയിൻ റോൾ ഉണ്ട്. സോ ജീവനക്കാർക്ക് മികച്ചൊരു പിന്തുണ നൽകാനും അതോടൊപ്പം തന്നെ എന്താണ് ജീവനക്കാർക്ക് ഒരു കഴിവുകൾ മാത്രമാണുള്ളത്. അതായത് ഹോസ്പിറ്റലിലെ പേഷ്യൻസിന് കുറച്ച് പ്രാധാന്യം കൊടുക്കാനും അല്ലെങ്കിൽ നല്ലൊരു രീതിയിൽ ഹോസ്പിറ്റലിന്റെ പ്രവർത്തനങ്ങൾ ഇഫക്റ്റീവായിട്ട് അല്ലെ കാര്യക്ഷമമായിട്ട് മുന്നോട്ട് പോകാനും ഈ ഒരു നോൺ ക്ലിനിക്കൽ സ്റ്റാഫാണ് അവിടെ പ്രധാന റോള് വഹിക്കുന്നത്. ഓക്കെ, ഇത്രയുമാണ് നമ്മളുടെ ഈ ഒരു സ്റ്റാഫ് വരുന്നത്. അപ്പോ ഞാൻ പറഞ്ഞ പോലെ ഓരോ പോയിന്റ് ആണ് അല്ലെ, ഓരോ പേഴ്സൺസിനും അവരുടേതായിട്ടുള്ള ഡ്യൂട്ടീസ് റെസ്പോൺസിബിലിറ്റീസ് ആണ് പറയുന്നത്. അപ്പോ പോയിന്റ് ചെയ്തിരിക്കുന്നത് നിങ്ങൾ ബൈ ഹാർട്ട് ചെയ്ത് പഠിക്കാം. ഇതിലുള്ളത് നിങ്ങൾ പഠിക്കേണ്ടതല്ല ഞാൻ പറയുന്നത്, അത് വായിച്ച് നിങ്ങളുടേതായ രീതിയിൽ അതിനെ മനസ്സിലാക്കി എടുക്കാം. ഓക്കെ, ദെൻ പോയിന്റ്സുകൾ ബൈ ഹാർട്ട് ചെയ്ത് തന്നെ പഠിച്ചു വെക്കാം. ഓക്കെ, അപ്പോ ഇനി ഞാൻ എടുക്കുന്ന പോർഷൻസ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഓക്കെ, ഇനി ഷംസിന്റെ ക്ലാസ് കൂടി കംപ്ലീറ്റ് ആവാനുള്ളൂ. ആണോ? അശ്വതി മാമിന്റെ കംപ്ലീറ്റ് ആയോ? അല്ലെ? ഓക്കെ, ഇനി ഷംസിന്റെ കുറച്ചുകൂടി കംപ്ലീറ്റ് ആവാനുള്ളത്. അപ്പോ ഞാൻ നിങ്ങൾക്ക് എടുക്കുന്ന പോർഷൻസ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോ ഇനി നിങ്ങൾക്ക് എന്റെ ക്ലാസ്സുകൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട് കേട്ടോ. നേരത്തെ എനിക്ക് തോന്നുന്നു നമ്മുടെ ലാസ്റ്റ് ക്ലാസ് ആണിത്. ഓക്കെ,
അപ്പോ ഇനി നിങ്ങളുടെ ഡ്യൂട്ടി ആണ് പഠിക്കുക എന്നുള്ളത് അല്ലെ. കംപ്ലീറ്റ് ആവാനുള്ള പോർഷൻസ് ഉണ്ട്, അത് ഓക്കെ. ദെൻ എക്സാമിന് ടൈമൊക്കെ ആയിട്ടുണ്ട്, ഡേറ്റും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇൻഫോം ചെയ്യും. അതോടൊപ്പം തന്നെ പഠിക്കുക, നിങ്ങൾ നല്ല രീതിക്ക് പഠിക്കുക. അപ്പൊ ഇടയ്ക്ക് ഞാൻ ഇതുപോലെ മോട്ടിവേഷൻ ക്ലാസ് ഒക്കെ അങ്ങനെ നമുക്ക് അതിനുള്ള ടൈം ഇല്ല എങ്കിലും ഞാൻ പറ്റുന്നപോലെ ചെറിയ ചെറിയ മോട്ടിവേഷൻ ഒക്കെ നിങ്ങൾക്ക് തരാറുണ്ട് അല്ലെ. കാരണം എന്താണ് ഏറ്റവും കൂടുതൽ ഞാൻ കയറുന്ന ക്ലാസ്സുകളിലും ഏറ്റവും കൂടുതൽ ഞാൻ കയറുന്നത് നിങ്ങളുടെ ഒരു ക്ലാസ്സിലാണ്, 6th ബാച്ചിലാണ് കൂടുതലായിട്ട് കയറുന്നത്. മറ്റു ക്ലാസ്സുകളിലൊക്കെ ക്ലാസ് ഉണ്ടെങ്കിലും കൂടുതലും നിങ്ങളുടെ കൂടെ സ്പെൻഡ് ചെയ്യുന്നത് ഏറ്റവും കൂടുതൽ. ആഴ്ചയിൽ 3 ദിവസം നമ്മൾ തന്നെയാണ്. ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അതൊക്കെ ഇഷ്ടമായിരുന്നോ? എല്ലാവരും ചോദിച്ചിട്ടുള്ള ക്ലാസ്സുകളൊക്കെ നിങ്ങൾക്ക് അല്ലേ മിസ് ആകും. ഓക്കെ, അപ്പോ നമ്മൾ കോഴ്സ് കംപ്ലീറ്റ് ആയിട്ടുണ്ടല്ലോ. നെക്സ്റ്റ് എക്സാമിന്റെ ഡേറ്റ് പറഞ്ഞായിരുന്നോ? എക്സാം ഡേറ്റ് നിങ്ങൾക്ക് തന്നോ? ഇൻഫർമേഷൻസ് തന്നായിരുന്നോ? ഓക്കെ, 21st. ഓക്കെ ഓക്കെ, കിട്ടി. ഓക്കെ, അപ്പോ കിട്ടിയിട്ടുണ്ടല്ലോ. പിന്നെ നമ്മൾക്ക് പഠിക്കുക. ലാസ്റ്റ് ടൈമിന് വേണ്ടി മാറ്റി വയ്ക്കേണ്ട, എല്ലാവരും നല്ല പോലെയൊക്കെ പഠിക്കുക. ഏതെങ്കിലും ചാപ്റ്റർ ഒക്കെ പഠിക്കാനായിട്ട് വിട്ടു പോയിട്ടുണ്ടെങ്കിലൊക്കെ നന്നായിട്ടൊക്കെ പഠിക്കുക. നമ്മൾ എപ്പോഴും പറയുന്നത് പോലെ പഠനം എക്സാം എഴുതി ജയിക്കുക എന്നുള്ള ലക്ഷ്യം മാത്രമല്ല. ഓക്കെ, നമുക്ക് മുന്നിൽ അതിനും വലിയൊരു ഡ്രീം ഉണ്ട്. എന്താണ്? ജോലിയിൽ കയറണം ഫ്യൂച്ചറിൽ അല്ലെ. അപ്പോ ആ ഒരു ഡ്രീം ആയിരിക്കണം നമുക്ക് മുന്നിൽ ഏറ്റവും ആദ്യം വേണ്ടത്. ഓക്കെ, എക്സാമിന് നമ്മൾ പഠിക്കണം, ജയിക്കണം അല്ലെ. അതിന്റെ ഒരു എന്താ പറയാ ഒരു സ്റ്റെപ്പാണെന്ന് മാത്രം കരുതുക. നമുക്ക് ഭാവിയിലോട്ട് ഒരു ജോലിയിലേക്കാണ് എല്ലാവരുടെ ആഗ്രഹം അല്ലെ, ജോലിയിൽ കയറണം എന്ന് ആണോ? അതിനു വേണ്ടിയിട്ടാണ് നിങ്ങൾ 6 month കോഴ്സ് കഷ്ടപ്പെട്ട് പഠിച്ചത് ആണോ? അപ്പോ എന്ത് ചെയ്യുക? എക്സാം ഒക്കെ നന്നായിട്ട് അറ്റൻഡ് ചെയ്യുക. അതോടൊപ്പം തന്നെ നല്ല രീതിയിൽ മാർക്കൊക്കെ സ്കോർ ചെയ്യുക. എല്ലാവർക്കും നല്ല മാർക്കൊക്കെ ഉണ്ടാവും അല്ലെ. കാരണം അത്യാവശ്യം ക്ലാസ് കേട്ട അനുഭവം വെച്ച് തന്നെ നിങ്ങൾക്ക് പകുതി മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഞാൻ എപ്പോഴും പറയാറില്ലേ, ക്ലാസ്സിൽ നമുക്ക് ചില ക്ലാസ്സുകളൊക്കെ കേൾക്കുമ്പോൾ നമ്മുടെ മൈൻഡിൽ എപ്പോഴും ഉണ്ടാകും അല്ലെ. അപ്പൊ അതനുസരിച്ച് അറ്റൻഡ് ചെയ്യാം. ദെൻ എല്ലാവരും എക്സാം ഒക്കെ അറ്റൻഡ് ഒക്കെ ചെയ്തതിനു ശേഷം നിങ്ങൾ എന്താണ് ഭാവിയിലേക്കുള്ള ജോലിയുടെ ശ്രമങ്ങളൊക്കെ തുടങ്ങാം, സ്റ്റാർട്ട് ചെയ്യാം. എല്ലാ മേഖലയിലും അങ്ങനെയല്ല, എല്ലാ മാക്സിമം നിങ്ങൾ ഇന്റർവ്യൂസ് ഒക്കെ അറ്റൻഡ് ചെയ്യുക. എപ്പോഴും ടീച്ചർ പറയുന്നത് പോലെ പോസിറ്റീവ് ആയിട്ട് ഇരിക്കുക എല്ലാവരും. അല്ലെങ്കിൽ അവിടെ എനിക്ക് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പറ്റുമോ, അല്ലെങ്കിൽ അവര് എങ്ങനെയായിരിക്കും ക്വസ്റ്റ്യൻസ് ചോദിക്കുക, അങ്ങനെ യാതൊരു ടെൻഷനും വേണ്ട. ഓക്കെ, അപ്പൊ അതിന് നിങ്ങളുടെ എന്താ പാരന്റ്സിന്റെയും അല്ലെങ്കിൽ ടീച്ചേഴ്സിന്റെയും എല്ലാവരുടെയും, ഞങ്ങളുടെ ആണെങ്കിലും ടീച്ചേഴ്സിന്റെ എല്ലാ പ്രാർത്ഥനകളും നിങ്ങൾക്ക് ഉണ്ടാവും. ഓക്കെ, അപ്പൊ നന്നായിട്ടൊക്കെ എല്ലാവരും പഠിക്കുക, എക്സാം ഒക്കെ എഴുതാം കേട്ടോ. ഫസ്റ്റ് സെക്കൻഡ് മോഡ്യൂൾ ക്ലാസ്സിൽ നിന്ന് പഠിക്കാം, അത് ശരിയാണ്. അത് എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? ഫസ്റ്റ് സെക്കൻഡ് മോഡ്യൂൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ കോഴ്സിന്റെ ബേസിക് ആണ് അല്ലെ. നമ്മൾ ബേസിക് ആണ് നമുക്ക് ഫസ്റ്റ് സെക്കൻഡ് മോഡ്യൂളിലൂടെ കിട്ടുന്നത്. ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റ്സുകൾ ഏതൊക്കെയാണ് അല്ലെ, ബേസിക് അല്ലേ നമ്മൾ പഠിച്ചത്. പിന്നീട് നമ്മൾ ബേസിക് പഠിച്ചു കഴിഞ്ഞപ്പോൾ കുറച്ചുള്ളിലോട്ടുള്ള കാര്യങ്ങളായി. നിങ്ങൾ ഏത് കോഴ്സ് എടുത്താലും ഇപ്പൊ നിങ്ങൾ ഡിഗ്രി ജോയിൻ ചെയ്ത് വെക്കാം, ഫസ്റ്റ് സെക്കൻഡ് സെമസ്റ്റർ ഒക്കെ ഓക്കെ ആയിട്ട് നല്ല സിമ്പിൾ ആയിട്ട് പിന്നെയാണ് എല്ലാവരും സപ്ലൈ കിട്ടി സപ്ലൈ എന്നൊക്കെ പറയുക അല്ലെ. അങ്ങനെയല്ലേ? ഒരു 3rd 4th മോഡ്യൂൾ സെമസ്റ്റർ ആകുമ്പോഴേക്കും കുറച്ച് ടഫായി. അത് അങ്ങനെയാണ് ഒരു പാറ്റേൺ എന്ന് പറയുന്നത് അല്ലെ. എല്ലാം നമുക്ക് സിമ്പിൾ ആയിരിക്കണമെന്നില്ലല്ലോ. കുറച്ച് പാട് വേണം, കുറച്ച് സിമ്പിൾ ആയിരിക്കണം, കുറച്ച് ആവറേജ് ആയിരിക്കണം അല്ലെ. എങ്കിലല്ലേ പഠിക്കാനും ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവുള്ളൂ. അത് സിമ്പിൾ ആണെന്നൊക്കെ നിങ്ങൾ വിട്ടുകളയും അല്ലെ. ഓക്കെ, അപ്പോ നന്നായിട്ടൊക്കെ എക്സാം അറ്റൻഡ് ചെയ്യാം, പഠിക്കുക നിങ്ങൾ നല്ല പോലെ. ഇനി നമ്മൾ ലാസ്റ്റ് നിമിഷത്തേക്ക് വെച്ചേക്കണ്ട, ഇതുവരെ ഉള്ളതൊക്കെ കൃത്യമായിട്ട് പഠിച്ചു പോവുക കേട്ടോ. അപ്പോ ഇനി നെക്സ്റ്റ് ഇന്നിപ്പോ ഇനി വേറൊരു ക്ലാസ്, നെക്സ്റ്റ് ക്ലാസ് ഉണ്ടായിരിക്കില്ല. ഓൾറെഡി ഇംഗ്ലീഷ് സാറിന്റെ ക്ലാസ് കഴിഞ്ഞതാണല്ലോ. ഇനിയിപ്പോ എന്റെ ഒരു പോർഷൻ ആയിരുന്നു നമ്മൾ കംപ്ലീറ്റ് ചെയ്യാനായിട്ടുണ്ടായിരുന്നത്. അപ്പോ ഇനി നെക്സ്റ്റ് അടുത്ത ദിവസം നിഷാ മിസ്സിന്റെ അല്ല, ഇനിയിപ്പം നെക്സ്റ്റ് ഡേ നിങ്ങൾക്ക് നാളെ ഉണ്ടല്ലോ ക്ലാസ്. ഇന്നത്തെ ക്ലാസ് എന്തായാലും ഉണ്ടായിരിക്കില്ല കേട്ടോ, ക്ലാസ് കഴിഞ്ഞു. അപ്പോ എല്ലാവർക്കും ഇപ്പോഴേ ബെസ്റ്റ് വിഷസ് ഒക്കെ പറയുന്നു, നന്നായിട്ടൊക്കെ പഠിക്കുക കേട്ടോ. എക്സാമിന് നമുക്ക് പി ജി ക്ലാസ്സിന് PG ക്ലാസ്സിന് ഉണ്ടാകും കേട്ടോ. ഓക്കെ, ഉണ്ടാകും, മേ ബി ഉണ്ടായിരിക്കാം കേട്ടോ. ഇന്ന് ക്ലാസ് ഇല്ല, ഇപ്പൊ ഓൾറെഡി കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ടല്ലോ പോർഷൻസ്. നമുക്ക് ഇനി എക്സാമിൽ എന്തായാലും നമുക്ക് കണ്ടുകൊടുക്കാം കേട്ടോ. നാളെ ക്ലാസ് ഉണ്ടാകും, നാളെ ഉണ്ട് കേട്ടോ. ഇന്നത്തെയാണ് ഞാൻ പറഞ്ഞത്, ക്ലാസ് ഇല്ല, നാളെ ക്ലാസ് ഉണ്ടാകും. ഇനി പോർഷൻസ് കംപ്ലീറ്റ് ആകാറുണ്ടല്ലോ, ഈ അടുത്ത ദിവസങ്ങളിലായിട്ട് തന്നെ ക്ലാസ്സുകൾ നമ്മൾ കംപ്ലീറ്റ് ചെയ്യും. ഓക്കെ, നാളെ കൃഷ്ണാമിന്റെ ആയിരിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ, കംപ്ലീറ്റ് ഒക്കെ ചെയ്യാനുണ്ടല്ലോ. അപ്പൊ നാളെ ക്ലാസ് ഉണ്ട്, ഇന്നത്തെ ക്ലാസ് ആണ് തീർന്നത് പറഞ്ഞത്. ഓക്കെ,
അപ്പൊ ഇനി നമുക്ക് ക്ലാസ് എല്ലാം നമുക്ക് ഇനി എക്സാമിന് കണ്ടുകൊണ്ടാണ് എക്സാം ഹോളിൽ എന്തായാലും ടീച്ചർ ഉണ്ടാകും. അപ്പൊ നമുക്ക് മീറ്റ് ചെയ്യാം. ഓക്കെ താങ്ക് യു.